ഇംഗ്ലീഷ് മാസ്റ്റർ 2024 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ ഓൾഡ് ആർ യു എന്നാണ്. നമ്മൾ ഒരാളോട് ചോദിക്കുന്നത് ഹൗ ഓൾഡ് ആർ യു എങ്ങനെ ചോദിക്കും, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചോദിക്കാമെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം ഹൗ ഓൾഡ് ആർ യു നമ്മൾ എങ്ങനെയൊക്കെ പറയുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ആള് ചോദിക്കാണ്, ഐ ആം റിയലി എക്സൈറ്റഡ് ഫോർ ആൻറ്റി മാരീസ് സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി. ആൻറ്റി മേരീസ് സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ദിസ് ആഫ്റ്റർനൂൺ ആറഞ്ച് യു. എന്ന് വെച്ചാൽ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് സംശയമാണ്, അത് ഐ ആം റിയലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് എന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര ത്രില്ല് അടിച്ചിരിക്കുകയാണ്. അതായത് അപ്പോൾ ആൻറ്റി മേരി എന്ന് പറഞ്ഞ ആൻറ്റിയുടെ പേരാണ്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് സർപ്രൈസ് ആയിട്ട് ഞങ്ങളെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആറഞ്ചു എന്ന രീതിയിലാണ് പറയുന്നത്. സൂസൻ, യാ ഹൗ ഓൾഡ് ഈസ് ഷീ. അപ്പൊ സൂസൻ ചോദിക്കാണ്, ആണോ, എത്ര വയസ്സുണ്ട് ആന്റിക്ക് നമ്മൾ ചോദിക്കത്തില്ല അത്. ലക്ഷ്മി, ഷീ വിൽ ബി 55 ഓൺ മെയ് 14. ആന്റിക്ക് ഇപ്പോ 55 വയസ്സ് തികയും. മെയ് 14 ആകുമ്പോ 55 വയസ്സ് തികയും. പിന്നെ സൂസൻ ചോദിക്കുവാണേ, ഓക്കെ, സൂസൻ പറയാണ്, വാവ്, ഐ didn't know that mom was older. She's going to be 57 on September 2nd. Anyway, Aunt Mary's going to be so surprised to see us all here. അപ്പൊ സൂസൻ പറയാണ്, വാവ്, ഐ ഡിഡ്ന്റ് നോ, എനിക്ക് അറിയത്തില്ലായിരുന്നു, ദാറ്റ് മാം വാസ് ഓൾഡർ, ഷീസ് ഗോയിങ് ടു ബി 57 ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓൺ സെപ്റ്റംബർ 2nd. ഓക്കെ. എനിവേ, ആൻസ് മേരി ഗോയിങ് ടു ബി സോ സർപ്രൈസ് ടു സീ us all. ആൻഡ് മേരി നമ്മളെല്ലാം കാണുമ്പോൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടിരിക്കും എന്നാണ് പറയുന്നത്. ലക്ഷ്മി, ഐ നോ, എനിക്കറിയാം, ബട്ട് വി സ്റ്റിൽ ഹാവ് ടു ഗെറ്റ് ഓൾ ദ ഫുഡ്. പക്ഷെ നമ്മളെല്ലാം ഭക്ഷണം ഗെറ്റ് ഓൾ ദ ഫുഡ്, നമ്മളെല്ലാ ഭക്ഷണങ്ങളും സെറ്റപ്പ് ചെയ്ത് വെക്കണം. ബിഫോർ ഷീ ഗെറ്റ് ഹിയർ, അവരെത്തുന്നതിന് മുന്നേ നമുക്ക് ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം. ഓക്കെ, ശരി. വേർ ഓൾ റെഡി നൗ, എല്ലാവരും റെഡിയാണോ? ഷീസ് ഹിയർ, അവളിവിടെ ഉണ്ട്. പിന്നെ ഓൾ, എല്ലാരും പറയാണ് സർപ്രൈസ്. നമ്മളിങ്ങനെ പറയത്തില്ല ബർത്ത്ഡേ പാർട്ടിക്ക് വരുമ്പോൾ സർപ്രൈസ്, അപ്പൊ അതുപോലെ പറയാണ് സർപ്രൈസ് എന്ന് പറയാണ്. ഓക്കെ, നമ്മൾ പറയാണ്, വാട്ട് ആർ യു ഗുഡ് അറ്റ്. നിങ്ങളെ കാണാൻ എന്ത് ഭംഗിയുണ്ടെന്നുള്ള രീതിയിൽ. ഓക്കെ, സാന്ദ്ര, സോ വാട്ട് ഷുഡ് വി ഡു. സാന്ദ്ര, സോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. ജൂലിയ, വെൽ, ഐ ലൈക്ക് ടു ഡു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ഐ ആം റിയലി ഗുഡ് അറ്റ് ഡ്രോയിങ്. വാട്ട് ഡു യു തിങ്ക്. എനിക്ക് ആർട്സും ക്രാഫ്റ്റും ചെയ്യുന്നതാണ് ഇഷ്ടം, പിന്നെ ഞാൻ നല്ലപോലെ പടവും വരയ്ക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്. സാന്ദ്ര, ഹൗ അബൌട്ട് പ്ലേയിങ് എ ബോർഡ് ഗെയിംസ്, ദാറ്റ് വുഡ് ബി മോർ ഫൺ. ശരിയാ. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും ഈ ബോർഡ് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും, അത് കുറച്ചുകൂടി തമാശകരമായിരിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഇല്ല. ഓക്കെ, ലെറ്റ്സ് പ്ലേ സ്ക്രാബിൾ. ഐ ആം റിയലി ഗുഡ് അറ്റ് സ്പെല്ലിംഗ് ടു. ഓക്കെ, നമുക്ക് ഈ ഗെയിം കളിക്കാം, നമുക്ക് സ്പെല്ലിങ്ങിനും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എനിക്ക് എന്ന രീതിയിൽ പറയാണ്. സാന്ദ്ര, യാ, വി വിൽ സീ അബൌട്ട് ദാറ്റ്. നമുക്കത് കാണാമെന്ന് പറയാൻ. ഓക്കെ, അപ്പൊ ജൂലിയ, അപ്പൊ ഈ രീതിയിലാണ് നമ്മള് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരാളുടെ ഏജ് ചോദിക്കുമ്പോൾ അവരുടെ ബർത്ത്ഡേ പാർട്ടി വരുമ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ അത്രയേ ഉള്ളൂ ഗായ്സ്, നമുക്ക് എന്തായാലും. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഗ്രാമറിന്റെ ക്ലാസ്സും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നതിൽ എല്ലാവർക്കും see you.